പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാട്ടോ ഞാൻ ചെയ്യുന്നത്. ഈവനിങ് വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു 5 PM തൊട്ട് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു വീഡിയോ ആണ്. അപ്പോൾ 5 PM ഒക്കെ ആയി. അപ്പോൾ കുഞ്ഞിന് കുളിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ചിലപ്പം കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പനിക്കൂർക്കലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഓർത്ത് വാർക്കപ്പുറത്ത് കുറച്ച് തുണി ഇടാനും ഉണ്ട് എടുക്കാനും ഉണ്ട്. അപ്പോൾ എന്നാൽ പോയി വാർക്കപ്പുറത്തുനിന്ന് തുണി എടുത്തിട്ട് വരാം. ഇപ്പം വിശ്വസിച്ച് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അതുകൊണ്ട് വാർക്കപ്പുറത്ത് തുണി ഇട്ട ഇതാണ് ആ സൈഡിലിരിക്കുന്ന കൊച്ചിൻ്റെ തൊട്ടിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആക്രി സാധനങ്ങളിടലാണ് ഞങ്ങളുടെ പരിപാടി. ഈ കിടക്കുന്നത് നമ്മുടെ ഹൈഡ്രജൻ ബലൂണാണ്. ആ ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ എന്താ പറയുക ഓരോ രൂപത്തിലുള്ളത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മണർക്കാട് പള്ളി പോയപ്പം കൊച്ചിന് മേടിച്ചതായിരുന്നു. അതിങ്ങനെ നമ്മുടെ പുറകെ അല്ലെങ്കിൽ എവിടെയാണോ ഇടുന്നത് അവിടെ ഇങ്ങനെ പോയി സ്റ്റക്കായിട്ട് നിന്നോളും. മുറ്റത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറന്നു പോകും. അതുകൊണ്ട് അകത്ത് തന്നെ അതിനെ സ്ഥാപിച്ചേക്കും കേട്ടോ. ഇതാണ് മഴ പെയ്ത വാർക്കപ്പുറത്തിൻ്റെ ഒരവസ്ഥ. വേറെ തെന്നലൊക്കെ ആയിരിക്കും, സൂക്ഷിച്ചൊക്കെ നിന്നില്ലെങ്കിൽ വീഴും. ഇതാണ് വാർക്കപ്പുറത്ത് നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ആ കാണുന്ന ഞങ്ങളുടെ വഴിയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. വാർക്കപ്പുറത്ത് കയറി കഴിഞ്ഞുള്ള ആ ഒരു വ്യൂ. അങ്ങോട്ടൊക്കെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വീടാട്ടോ. ബാക്ക് സൈഡിലോട്ട് കുറച്ച് റബ്ബർ തോട്ടവും പിന്നെ അതിൻ്റെ ആ റബ്ബർ തോട്ടം എൻഡ് ചെയ്യുന്നിടത്താട്ടോ അവരുടെ വീടാണ്. പിന്നെ പടിത പോലെ കാണുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് അമ്പലമാണ്. അപ്പോൾ ഇത് വാർക്കപ്പുറം മുഴുവൻ പായലൊക്കെ പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ കുളിപ്പിച്ചു. എന്നിട്ട് ഡ്രസ്സ് ഇടിക്കാൻ വിളിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ആക്ടിവിറ്റിയായ വിരൽ ചപ്പുക അതിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കളിയാക്കട്ടെ. അമ്മ കുളിച്ചിട്ടേ, അമ്മ കുളിച്ചിട്ടേ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ക്രീമാട്ടോ. ഈ ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ ജെല്ല് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമൊന്നും ആയില്ല, 1-2 ദിവസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ തേക്കാനായിട്ട് എടുത്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ പീച്ച് കളർ. അയ്യോ, നിന്റെ ഫോട്ടോ എടുത്താൽ എന്താ? നീ ആരും സെലിബ്രിറ്റിയാണോ? ഫോട്ടോ എടുത്താൽ പ്രശ്നം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടോ. അപ്പോൾ അവൾക്കെന്നാൽ കഞ്ഞി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഈ കഞ്ഞിയും കൊണ്ട് ചെല്ലുമ്പോഴുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടോ കേട്ടോ. സോറി, ആ വോയിസ് ഡിലീറ്റ് ആയിപ്പോയി. അവൾ പറയുന്നത് അവൾക്ക് വേണ്ട, അവൾ ഒളിച്ചിരിക്കാൻ പോകുക. കഞ്ഞിയൊന്നും കുടിക്കത്തില്ല ഗൈസ്. ഇത് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി കേട്ടോ. ഞാനതിൽ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് അവൾക്ക് കൊടുക്കാനായിട്ട് കുറേ പുറകെ നടന്നു. കഴിച്ചൊന്നുമില്ല, 1-2 വാ കഴിച്ചിട്ട് വെറുതെ തുപ്പിക്കളയുമായിരുന്നു. അപ്പോൾ അവൾക്ക് ചോറ് വേണമെന്ന്. കഞ്ഞി കൊടുക്കുമ്പോൾ അവൾക്ക് ചോറ് വേണം. ഓടുന്നുണ്ടോ, ഇങ്ങനെ ഓടി നടക്കും. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ. അപ്പം പുള്ളിക്കാരൻ പോകും കേട്ടോ. അപ്പോൾ പൊന്നുമണിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് അച്ഛൻ പണിയാൻ പോവുക എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ ഒക്കെ സമാധാനപ്പെടുത്തി ഇരുത്തി. ഇനിയിപ്പോൾ ചോറ് കൊടുക്കണമെന്നുള്ളതാണ് വലിയൊരു ടാസ്ക്കാണ്. അവർക്ക് ഫുഡ് കൊടുക്കാതിരുന്നതിന് നമുക്ക് ദേഷ്യം വരും, പക്ഷേ കഴിപ്പിക്കാതെ എഴുന്നേറ്റ് പോയാൽ നമുക്ക് വിഷമം വരും. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കൊടുക്കും. 1 മണിക്കൂറോളം ആയിരിക്കും ചിലപ്പോൾ ഒരു മുട്ട പൊരിച്ചത് തന്നെ കൊടുക്കണമെങ്കിൽ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വായിലിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ഇതേ പോയി. അപ്പോഴും അച്ഛയെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും മിഠായി മേടിച്ചുകൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ അവൾ സെറ്റായി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അച്ഛനെ തിരക്കിക്കൊണ്ട് നടക്കുന്ന കരച്ചിലെൻ്റെ ഇതാട്ടോ. പിന്നെന്താ, ഹസ്ബൻഡ് പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച് മീൻ വറുക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് വറുക്കാനായിട്ട് ഞാൻ വെച്ചു. അങ്ങനെ ഫൈനലി സമയം 11 മണിയായി. ചോറൂണൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. ഹസ്ബൻഡ് വന്നു. അപ്പോൾ അവളെ ഉറങ്ങാനായിട്ട് റെഡിയാക്കുക.